ഹലോ ഫ്രണ്ട്സ്, ബീഫ് ടെക്സാം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. കുറുമ്പാലക്കോട്ടേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ പോകേണ്ടതാണ്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴാണെങ്കിലും പോയിട്ടൊന്ന് ചെയ്യണമെന്നാണ്, ചെറിയൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇറങ്ങി തിരിച്ചത് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. 2 മാസമായിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഫോമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 വീഡിയോ ചെയ്തപ്പോഴേക്ക് ഏകദേശം കുറച്ചും കൂടി സപ്പോർട്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പോകാൻ നോക്കുകയാണ്. ഇവിടെ ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോകാൻ നോക്കുന്നത്. അപ്പം നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം കുറുമ്പലക്കോട്ട് വ്യൂ പോയിന്റിൽ എത്താനായിരിക്കുകയാണ്. ഈ വഴിക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഏകദേശം 2 കിലോമീറ്ററിനടുത്തേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇനിയിപ്പോൾ ഒരു മഴയ്ക്കുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. ഇരുണ്ട് മൂടിയാണ് കിടക്കുന്നത്. മിക്കവാറും ഒരു മഴ പ്രതീക്ഷിക്കാം. തിരിച്ചു പോകുന്ന കാര്യത്തിലാണ് ഇത്തിരി ബുദ്ധിമുട്ട്. മഴയത്താകുമ്പം കുഴപ്പമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഇവന്മാർ 2 പേരും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നതൊന്നും മിക്കവാറും ക്ലിയർ ആകാൻ ചാൻസ് ഇല്ല. ഈ കാറ്റടിക്കുന്നതുകൊണ്ട് മൈക്ക് അത്ര ക്ലിയർ ആകാൻ ചാൻസ് ഇല്ല. എന്നാലും ഒന്ന് ക്ഷമിക്കണം. പോലും മേടിച്ചിട്ടില്ല, കരുതിയില്ല, ഞങ്ങൾ ഓർത്തില്ല അതിനെക്കുറിച്ചൊന്നും. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത് മുഴുവൻ കയറി കഴിയണം. ഇപ്പം അവിടുത്തെ കാഴ്ചകളാണെങ്കിൽ പിന്നെയാണെങ്കിൽ റോഡിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം വണ്ടി വെക്കാനുള്ള സൗകര്യം കുറവാണ്. ഇപ്പോൾ വണ്ടി വെക്കുവാണെങ്കിൽ തന്നെ വണ്ടി കുറേ മോഷണം പോയിട്ടുണ്ടെന്നാണ് ഇവിടുന്ന് ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടത്. അപ്പം ഓരോരുത്തരോട് നമ്മൾ വീട്ടിൽ കയറ്റിയൊക്കെ വെക്കുമ്പോൾ പറയും, ഒന്ന് നോക്കിയേക്കണേ, ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചേക്കണേ എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് പേടിയാണ്. അങ്ങനെ ശ്രദ്ധിച്ചേക്കാന്നൊന്നും അവർ വാക്കായിട്ട് പറയത്തില്ല. കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഇവിടുത്തെ അവസ്ഥ, ഇവിടുത്തെ സിറ്റുവേഷൻ അത്രയും മോശമാണ്. കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരുടെ വണ്ടികൾ ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ റിസ്കിൽ ഒരിക്കലും അവർ മേടിച്ച് വെക്കത്തില്ല. മുമ്പ് ഇവിടെ കുറേ മോഷണം നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇന്ന് തന്നെ 2 പ്രാവശ്യം കണ്ട് പോലീസ് വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മഫ്തിയിലും പോലീസുകാരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതിപ്പം കുറേ കയറി മടുത്തു. ഇനി കുറേ കയറാനുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഏതായാലും മേലെത്തിയ ശേഷം കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇത് മുഴുവൻ കയറി കഴിയണം, അതാണ് ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ കയറി മടുത്തു. ഞാനിപ്പോൾ നോക്കട്ടെ മാക്സിമം. എടാ, ഡിസ്പ്ലേയിലേക്ക് നോക്കണം അല്ലെങ്കിൽ കറക്റ്റ് ആണോന്ന്. ഇപ്പം ഇവിടുന്ന് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുന്ന് താഴ്ത്ത് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. ഞാൻ കാണിക്കാവേ. ഇതാണ് താഴേക്ക്. ഇതാണിപ്പം ഇപ്പം ഇത്രയ്ക്ക് രസമാണ് കാണാൻ. അവിടെ വയലാണ്. വരുന്ന വഴിക്ക് കുറേ വയൽ കണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്ന വയലാണ് ഇതൊക്കെ. ആഹാ, ഇവിടെയും വയലൊക്കെ കാണാം. ആഹാ, ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ. പക്ഷേ ഈ ഭംഗിയും കണ്ടുകൊണ്ടിരുന്ന മേലെയുള്ള ഭംഗി ചിലപ്പം കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ വേഗം പോയിട്ട് വേഗം വരട്ടെ, അതാണ് പ്ലാനിങ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നല്ല ചൂടും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ ഒരു ചെറിയ മഴേൻ്റെ മൂടലൊക്കെ കാണുന്നുണ്ട്. നീ പറയത്തില്ല, പോകുന്ന വഴിക്ക് മൊത്തം മഴയായിരിക്കും ചിലപ്പം. ഇപ്പോൾ ഒരു തണുത്ത കാറ്റൊക്കെയാണ് ഇവിടെ വീശി തുടങ്ങുന്നത്. കുഴപ്പമൊന്നുമില്ല, കാര്യമായിട്ട് നല്ല രസമൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കിയോടെ കയറി നോക്കാം. പോരെ.
ഓരോന്നും ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. കുറെ കാഴ്ചകളുണ്ട് ഇവിടെ. ചെറിയ ഗ്രോട്ടോയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. രൂപ വെക്കുന്നുള്ളൂ. പണി നടന്നോണ്ടിരിക്ക. കഴിഞ്ഞ പ്രാവശ്യം വരുന്നതിന് ഇങ്ങനെ ഇല്ലായിരുന്നു. അപ്പം വഴിയൊക്കെ ക്ലിയറായി. ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം വരുന്നൊരു മഴയേനു അടിപൊളി ആയിരുന്നു. പക്ഷെ കയറാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടേ. ഇവിടെ എത്തി കുറച്ച് ചൂടും വെയിലും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ചെറിയ രീതിയിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് ഒരു ചൂട് കാറ്റടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അതാ വരുന്നത് മേലെ. ആ അയ്യോ കൊള്ളാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രോട്ടോ. ചെറിയ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി കഴിഞ്ഞിട്ടില്ല തീരെ, കുറച്ചും കൂടി ഉണ്ട്. കൊള്ളാം. ആ ഇവിടെ ഒരുപാട് കാണാനുണ്ട്. അത്രയ്ക്കും 2-3 സ്ഥലമുണ്ട് കാണാൻ. ആ ഇവിടെ തന്നെ ഒരുപാടുണ്ട്. ഇതിനകത്ത് 5 കുരിശങ്ങാനുണ്ട്. ആണോ? 5ാമത്തെ ടോപ്പിൽ നമുക്ക് എത്താനാവില്ല. എത്തണം. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. കുപ്പിയിലാണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഇപ്പൊ അഭിജയം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പം വെള്ളമില്ലാതെ, അതായത് കുപ്പിയില്ലാതെ ആരും കുടിക്കാൻ വെള്ളമൊന്നും ഇല്ലാതെ ആരും ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്ന്. അങ്ങനെ വന്ന മണ്ടന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മാത്രം ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയധികം ഇവിടെ കാണാനുണ്ട്. അപ്പം എനിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മടുക്കും. എന്നാലും ഇന്ന് മാക്സിമം കാണണം എന്നാണ്, ഇവിടെ മാക്സിമം ഇന്ന് കാണണം എന്നാണ് ഇന്നത്തെ ഒരു ഗോൾ എന്ന് പറയുമ്പം. പിന്നെയാണെങ്കിൽ നല്ല തണുത്ത കാറ്റൊക്കെ ഇപ്പോൾ ഉണ്ട്. നേരത്തെ പറഞ്ഞ ആ ചൂട് കാറ്റൊക്കെ പോയി. നല്ല ചെറിയ ചൂട് കാര്യമായിട്ട് നേരത്തെ അത്ര ഉണ്ടായിരുന്ന അത്ര ഒന്നുമില്ല. നല്ല ചെറിയ രീതിയിൽ കാറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴേൻ്റെ ആയിരിക്കും ചിലപ്പോൾ. മഴേൻ്റെ ഒരു ചെറിയ തുറക്കമായിട്ടായിരിക്കും കാറ്റ്. നോക്കട്ടെ, വഴിയോടെ കയറി നോക്കണം. ഇനിയുള്ള ഇടുങ്ങിയ വഴികളല്ലേ? ഇല്ല, ഇതിപ്പം ക്ലിയർ ആക്കി. എല്ലാവരും കുറെ ആൾക്കാർ വരാൻ തുടങ്ങിയോടെ അങ്ങനെ വെട്ടിത്തെറിച്ചാലേ. നമ്മളിപ്പോ ഓരോ പ്രാവശ്യം ഇങ്ങനെ കയറി വരുമ്പോൾ ഇതായിരിക്കും ഏറ്റവും വലിയ ടോപ്പായിട്ടുള്ള സ്ഥലം. അതായത് ഏറ്റവും മുകൾ ഭാഗം ഇതായിരിക്കും എന്ന് വിചാരിക്കും. കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇനിയും കയറാനുണ്ട്, ഒരുപാട് കയറാനുണ്ട്. ഇവിടുന്നൊക്കെ കാണുവാണെങ്കിൽ വന്ന വഴി തന്നെ നോക്കുവാണെങ്കിൽ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്. ഇത് നമ്മൾ തന്നെ കയറിയതാണോ എന്നൊക്കെ തോന്നിപ്പോവും ഏകദേശം. ആഹാ, പാറ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മുഴുവൻ കയറി കഴിയണം. ഇപ്പോഴെങ്ങാനും മഴ പെയ്താൽ ശരിക്കും പറഞ്ഞാൽ കെണിഞ്ഞതായിരിക്കും അവസ്ഥ. അയ്യോ, ഒരു രക്ഷയില്ല. നോക്കുമ്പോൾ ഒന്നുമല്ല. ഇനിയും കയറാനുണ്ട്, ഒരുപാട് കയറാനുണ്ട്. ഇപ്പം മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ കുറേ ബിൽഡിങ് കാണാം. ഇവിടെ ബിൽഡിങ് കാണാം, കുറേ വയൽ കാണാം. ഈ വഴിയാണ് വന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതിലൂടെ വന്നിട്ട് ഇതിലൂടെ കയറിയ ഇങ്ങനെ കയറി വന്നേ. 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഇരുട്ടാവും. അതെങ്ങനെ? ആ, മഴേന്റെ ആയിരിക്കും. ആ, ഇരുട്ടായി തോന്നിയതായിരിക്കും. ആ, ഒരുപാട് മാറ്റം ഉണ്ടല്ലേ? ആ, ഇപ്പം മഴേന്റെ ചെറിയ ചാൻസ് കുറവാ. മനസ്സിന്റെ വെയിലൊക്കെ വന്ന് തുടങ്ങിയില്ലേ?
എന്നാലും പ്രതീക്ഷിക്കാല്ലേ. കുറച്ചുകൂടെ നേരത്തെ വേണ്ടായിരുന്നല്ലേ നമ്മള്. എടാ ഇവിടെ രാവിലെ വന്നാ എങ്ങനെയാ? ആ കൊടിയുത്തിമല എവിടെയാ? മലപ്പുറം കൊടിയുത്തിമല അല്ലേ? ഓക്കെ. ആ എല്ലാം നോക്കുമ്പോ ഇനി ഒരുപാടുണ്ട് കയറാൻ. ഇല്ലാന്നോ? ഒരാൾ പറയുന്നു പിന്നേന്ന്, ഒരാൾ പറയുന്നു ഇല്ലാന്ന്. അങ്ങ് ടോപ്പ് അവിടെയാണെന്നാണ് പറയുന്നത്. ആസ്വദിച്ച് കയറാനാണ് പറയുന്നത്. ഇതുവരെ ആസ്വദിച്ചാണ് കയറിയത്. കാണിച്ചുകൊണ്ടിലും പുതിയതായിട്ടൊരു സ്ഥലം കാണുമ്പം അതിനെ കൂടുതൽ ആസ്വദിക്കാനല്ല എല്ലാവരും ട്രൈ ചെയ്യുക. അങ്ങനെ മടുപ്പൊന്നും കാര്യമാക്കുന്നില്ല. പക്ഷെ ഓരോരോ മഴത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിപ്പുണ്ട്. മഴയാണ് വരുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ കാര്യമായിട്ട് പറ്റിയെന്ന് വരത്തില്ല. ഇതിന് ടോപ്പ് വരെ ഒന്ന് എത്തി വെച്ചിട്ട് അവിടുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് താഴോട്ടിറങ്ങി വരണം. ഇവിടെ കുറേ പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ട് വണ്ടി താഴെ വെക്കും. താഴെയുള്ളവർ പറഞ്ഞാണ് വണ്ടി താഴെ വെക്കും, എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ തിരിച്ചിറങ്ങുന്നതെന്നാണ് പറയുന്നത്. ദീപിൻ അവൻ്റെ ആക്ഷൻ ക്യാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തകർപ്പ് കളികളായിരിക്കും. മഴ പെയ്യാൻ തുടങ്ങി. അത്യാവശ്യം ശക്തിയിലല്ല, ചെറിയ ചെറിയ തുള്ളിയായിട്ട്. നേരത്തെ വീഴുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. ഉറപ്പായിട്ടും നല്ല കിടുക്കാച്ചി മഴയായിരിക്കും ഇനിയിപ്പം പെയ്യാൻ പോകുന്നത്. മര്യാദയ്ക്ക് കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതിപ്പം കയറ്റം കയറി കതച്ചിട്ട് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയിപ്പം അങ്ങോട്ടേക്ക് കയറി പോകണം. വരാം അവൻ വിളിക്കുന്നുണ്ട്. ഇവിടെ മറ്റേ കോപ്പറി നടത്താണോ? വേഗം നമുക്ക് വേഗം കയറിയിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി കണ്ടിട്ട് മഴയായിരിക്കും. കുറച്ചുകൂടെ നല്ല മഴയായിരിക്കും. തിരിച്ചു പോകാനായിട്ട് മഴ ഉറപ്പായിട്ടുണ്ട് ഏകദേശം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മഴക്കുള്ള സാധ്യത കൂടി വരും ഇപ്പം. അതുകൊണ്ടാണ് ഇപ്പോഴേതായാലും വന്നാൽ നന്നായി. ഒന്നെങ്കിൽ അതിരാവിലെ ഇവിടെ എത്തണം, അല്ലെങ്കിൽ ഇതുപോലെ വെയിൽ താന്നിരിക്കുന്ന സമയത്ത് എത്തണം. ഇന്ന് പിന്നെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ വെയിലും കൂടി ആയിരുന്നെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായി പോയേനെ. എത്തിയപ്പോഴത്തേക്കും കുറച്ച് മടുപ്പ് കൂടി. അത്യാവശ്യം കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് സ്റ്റാമിനയൊക്കെ വേണം കയറി വേണമെങ്കിൽ തന്നെ. പിന്നെ വരുമ്പോൾ ഒരു കുപ്പി വെള്ളമെങ്കിലും കയ്യിൽ കഴുതിയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര അവസ്ഥയായിരിക്കും. മിനിമം ആണ് ഞാൻ പറഞ്ഞ ഒരു കുപ്പി. മാക്സിമം അല്ല, മിനിമം 2 കുപ്പിയെ മാക്സിമം പറ്റുന്നത്രയും കൊണ്ടുവരിക. ഞാനിതിൻ്റെ ഇത്തിരി വെള്ളത്തിലൊന്നും നിൽക്കത്തില്ല. ഇതിപ്പം തൊണ്ടയൊക്കെ വരണ്ടു തുടങ്ങി. ഏകദേശം സംസാരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം സ്റ്റോപ്പിലെത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. കുറുമ്പലക്കോട്ട. അപ്പം കുറുമ്പലക്കോട്ട ഹിൽ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അഭിജിൻ അവൻ്റെ സ്ഥാനം ഉറപ്പിച്ചു ഏകദേശം. ഇനിയിപ്പം ഇവിടെ ഇപ്പം കാണാൻ പറയതൊക്കെ ഇപ്പം ഇതേ കൂടെ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പം ആർക്കാണെങ്കിൽ ഒന്ന് വന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. കിടിലനാണ്. അത്യാവശ്യം കുറച്ചു നേരം കൂടെ കണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ തോന്നത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാണിച്ചിട്ട് തിരിച്ചു പോകാൻ തോന്നും. കുറച്ച് മടുത്ത് കഴിയുമ്പോൾ തിരിച്ചു പോകാൻ തോന്നും. പക്ഷേ ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങനെ പോകാൻ തോന്നത്തില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. നല്ല കുളിർ കാറ്റെന്ന് തന്നെ പറയാം. ഇവിടെ ഇപ്പോൾ ചൂട് കുറഞ്ഞു, കുളിർ കാറ്റാണ് ഇപ്പം കൂടുതൽ. ക്യാമറയിൽ കൂടെ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല. കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല. എന്നാലും ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാവർക്കും വരാം. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. ഞാൻ പോയത് വെച്ച് ഏറ്റവും നല്ലതെന്നൊന്നും പറയുന്നില്ല. എന്നാലും എല്ലാത്തിൻ്റെ ഏകദേശം ഒരു രസമുണ്ട്. നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ കാറ്റ് കൊള്ളാനാണ് ഏറ്റവും കൂടുതൽ രസം എനിക്ക് തോന്നുന്നത്.
ഇവിടെ ഇത്ര കയറി വന്നൊരു മടുപ്പ് ഇവിടെ എത്തിയപ്പോൾ തോന്നുന്നില്ല. മനസ്സിലായി, കാറ്റിൻ്റെ ആയിരിക്കും കയറി വന്ന ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആയതുകൊണ്ട് കൂടുതൽ കാറ്റൊന്നും അടിച്ചിട്ടില്ല. പക്ഷേ കയറി എത്തിയപ്പോൾ ഏറ്റവും ടോപ്പിലാണ്. ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ ഇനി കുറച്ചും കൂടി കയറാൻ വേണ്ടെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. അപ്പം താല്പര്യമുള്ളവർ ഇങ്ങനെ ഇപ്പം ചെറിയ ചെറിയ ട്രിപ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക. ചെറിയ ചെറിയ പോക്കറ്റ് മണീസൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ സന്ദർശിക്കുക. നല്ല രസമാണ് ഇങ്ങനെ കാണാൻ. അപ്പം പിന്നെ ഒരു റിലാക്സേഷൻ ആവും. പിന്നെ കുറച്ച് ദൂരം ഇവിടം വരെ ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ടെല്ലാം മാറും. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അഭിജിന് ഏതായാലും ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടുണ്ട്. അവൻ സ്വന്തം സെൽഫി കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ കാണാം. കൊള്ളാം, കുഴപ്പമില്ല, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇപ്പം മഴയാണ്, ചെറിയ രീതിയിൽ മഴയൊക്കെ തൂളി വരുന്നുണ്ട്. ഒന്ന് കുറച്ച് നേരത്തേക്കുന്ന മഴേൻ്റെ ഒരു ചെറിയ ശല്യം ഇല്ലായിരുന്നു, ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പം ഇതിൻ്റെ ഫോട്ടോസെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണാം. ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും ID ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം, എൻ്റെ ഉണ്ടാവും. പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. എന്നിട്ട് പിന്നെ അത്രയൊക്കെ തന്നെ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യമായിട്ട് ഇതിന് ഇവിടുത്തെ ഭംഗിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. കുറച്ചും കൂടിയും ഇങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പ്ലാൻ. നോക്കി നോക്കട്ടെ, ബാക്കി കൂടെ ചെന്ന് നോക്കണമല്ലോ. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ബാക്കി കൂടെ നോക്കിയില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയി അപ്പുറത്ത് തന്നെ ഉള്ളത് നോക്കണം. ഇവന്മാർ ഇതിന് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനാണ് ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നത്. എന്തുപറ്റിയടാ? ഇതൊരു സൗണ്ട് ഒക്കെ കേട്ടെ. വീണോ? ഇല്ല, ഞാൻ കാണിക്കത്തില്ല. ഇവന്മാർ പറയുന്നത് ഇവന്മാരുടെ ഫേസ് കാണിക്കരുതെന്നാണ് വീഡിയോയില്. ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാനൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഇവന്മാരുടെയൊക്കെ ഒരു പ്രശ്നം. എടാ, അപ്പം ഞാൻ ഇൻസ്റ്റേൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യണോ? അത് ചെയ്യണല്ലേ? അത് കൊള്ളാം. അത് മതിയല്ലോ, നിന്നെ ഐഡന്റിഫൈ ചെയ്യാനോ? അതും മതിയല്ലോ. ഇപ്പൊ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, പറയാൻ വാക്കുകളില്ല. അത്ര തന്നെയാണ്. അത്രയ്ക്ക് കിടിലൻ ടോപ്പ്, ഒരു രക്ഷയില്ല. നല്ല കാറ്റ്. പോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും എഡ്ജിലാണ് ഞാനുള്ളത് ഇപ്പം. പക്ഷെ കുറച്ച് വിട്ടിട്ടാട്ടോ, താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ കാറ്റടിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നൊന്നും ക്ലിയർ ആയെന്ന് വരത്തില്ല. അപ്പം മാക്സിമം ഞാൻ കാണിക്കാം ഇവിടെ. ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ആകാശത്തോളം മുട്ടി നിൽക്കുന്നതെന്ന് വിചാരിക്കും നമ്മള്. ഇവിടെ എന്തോ കാട്ടുതീയായിരുന്നോടാ, മൊത്തം കരിഞ്ഞ് കിടക്കും ഇവിടെ. വെയിലിന്റെ ചൂടുണ്ടല്ലേ. ഇപ്പൊ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കേട്ടോ, നോക്കിക്കോണം. അപ്പോഴും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടി കാണിക്കാം. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം താല്പര്യമുള്ളവരൊന്ന് വന്ന് കണ്ടു നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ. മിക്കവാറും പേരും കണ്ടു കാണും ഇവിടെയൊക്കെ. അപ്പോഴും ഇവിടെ ഇപ്പം മഴ പെയ്യാനുള്ള നല്ല ചാൻസ് കൂടിക്കൂടി വരും. ഇപ്പം മഴ ഇങ്ങനെ തൂളിക്കൊണ്ടിരിപ്പുണ്ട്. ഫോണിലൊക്കെ കുറേ മഴത്തുള്ളികൾ വീണിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നിർത്തുവാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.